ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മുടെ CA ഫൈനലിൻ്റെ ഒരു റിവിഷൻ സ്ട്രാറ്റജി നമ്മുടെ എക്സാമിനേഷന് മുമ്പ് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ റിവിഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ശരിക്കും May 26 എക്സാമിനേഷൻ വന്നപ്പോൾ എങ്ങനെയാണ് അത് ഹെൽപ്ഫുൾ ആയോ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാൻ ഹൈ വെയിറ്റേജ് ഏരിയ ആയിട്ട് പറഞ്ഞിരുന്നത് കമ്പൽസറി ക്വസ്റ്റനിൽ ബിസിനസ് കോമ്പിനേഷൻ കൺസോൾട്ടേഷൻ ഏരിയയും അപ്രോക്സിമേറ്റ്ലി ഒരു 20 മാർക്സ് ചോദിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബിസിനസ് കോമ്പിനേഷൻ കൺസോൾട്ടേഷൻ ഏരിയ MCQവും ഡിസ്ക്രിപ്റ്റീവും അടക്കം ഇത്തവണ ചോദിച്ച 24 മാർക്കിനാണ്. രണ്ടാമതായിട്ട് ഞാൻ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിരുന്ന ഒരു മേജർ ഏരിയയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൽ 14 മാർക്സ് MCQവും അതാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവും ചേർത്ത് 4 മാർക്ക് MCQവും 10 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും നേരെ ഡയറക്റ്റ്ലി ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഫസ്റ്റ് ടൈം ഓപ്ഷനായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 19 മാർക്കെന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ബെയർ മിനിമം 14 മാർക്ക് അവിടെ നിന്നുണ്ട്. പിന്നെ ഞാൻ ചില അറ്റംപ്റ്റിൽ അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡിന് അത്ര വെയിറ്റേജ് ഉണ്ടാവില്ല. ഇത്തവണ ഞാൻ എടുത്ത് പറഞ്ഞിരുന്ന സ്റ്റാൻഡേർഡാണ് ഇമ്പയർമെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ലീസ് റിലേറ്റഡ് ആയിട്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ബാക്കി അതർ അസറ്റ് ബേസ്ഡ് സ്റ്റാൻഡേർഡ് അതിൽ ഹെൽത്ത് ഫോർ സെയിൽ MCQയിൽ വന്നു. അതുപോലെ തന്നെ ബോറോയിങ് കോസ്റ്റ് വന്നു. അങ്ങനെ മോർ ദാൻ 20 മാർക്സ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലെസ് എഫേർട്സ് ഈസി മാർക്സ് ഏരിയ ആയിട്ട് നമ്മളുടെ ഇൻഡേസ് 33 EPS, ഇൻഡേസ് 20 ഗവൺമെൻറ് ഗ്രാൻഡ് ഒന്നും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന നല്ല ഗവൺമെൻറ് ഗ്രാൻഡ് ഒക്കെ. പിന്നെ നമ്മുടെ ഫെയർ വാല്യൂ മെഷർമെൻറ്റ്, അങ്ങനെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ലിസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ലിസ്റ്റ് ചെയ്ത 7 സ്റ്റാൻഡേർഡിൽ നിന്ന് 5 സ്റ്റാൻഡേർഡ് ചോദിച്ചു. അറൗണ്ട് ഒരു 20 മാർക്സ് പ്ലസ് ആ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ് റവന്യൂ ഫസ്റ്റ് ടൈം അഡോപ്ഷൻ, അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ഫ്രെയിംവർക്ക്. പക്ഷേ അതിലൊക്കെ എഫേർട്ട് പലർക്കും അത്ര കൂടുതലായതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാറ്റഗറൈസേഷൻ ആയിട്ടാണ് ഇട്ടിരുന്നത്. അത് ചോദിച്ചിരുന്നു. അത് ഒഴിവാക്കിയാൽ പോലും ഞാൻ പറഞ്ഞ ബാക്കിയുള്ള ഹൈ വെയിറ്റേജ് ഏരിയ പ്ലസ് നമ്മളുടെ ഈസി മാർക്സ് ഏരിയയിൽ നിന്ന് 83 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പേപ്പറിലുണ്ട്. 24 മാർക്ക് MCQസും അതുപോലെ 59 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ റിവിഷൻസൊക്കെ അതനുസരിച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി മച്ച് ഹെൽപ്ഫുൾ ടു യു. അപ്പോൾ FR റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ കണ്ടൻറ്റും FR എങ്ങനെ റിവൈസ് ചെയ്യണം, പഠിക്കണം, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്സ്, if you want to subscribe the classes, do let me know. All the very best. Thank you.